കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപയുമായി കടന്നുകളഞ്ഞ പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഇന്നലെയാണ് പ്രതി ഷിബിൻ ലാലിനെ പന്തീരങ്കാവ് പോലീസിന് കസ്റ്റഡിയിൽ കിട്ടിയത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, ഈ 40 ലക്ഷം രൂപയാണ് ജീവനക്കാരെ തട്ടിച്ച് കടന്നുകളഞ്ഞത്. പ്രതിയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പിന് എത്തുകയാണ്. ഇന്നലെയാണല്ലോ കസ്റ്റഡിയിൽ കിട്ടിയത് ഷിബിൻ ലാലിനെ. വിവരങ്ങൾ. 11-ാം തീയതിയായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ട് സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തുകൊണ്ട് ഷിബിൻ ലാൽ കോഴിക്കോട് നിന്ന് രക്ഷപ്പെട്ടത്. താൻ ഒരു മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ട് എന്നും അത് എടുക്കാൻ സഹായിച്ചാൽ അത് നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിക്കാമെന്നും പറഞ്ഞ് ഇസാഫ് ബാങ്കിനെയായിരുന്നു ഈ ഷിബിൻ ലാൽ സമീപിച്ചത്. പിന്നെ ഷിബിൻ ലാൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരൻ ഈ അക്ഷയ ഫൈനാൻസിയേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് അവർ കൊണ്ടുവന്ന പണവുമായിട്ട് ഷിബിൻ ലാൽ കടന്നു കളഞ്ഞത്. 11-ാം തീയതിയായിരുന്നു ഇവിടെ നിന്ന് തൃശ്ശൂരേക്കും പിന്നീട് പാലക്കാടേക്കും രക്ഷപ്പെടുകയായിരുന്നു. 11-ാം തീയതി ഇത്തരത്തിലൊരു കവർച്ച നടത്തി രക്ഷപ്പെട്ട ഷിബിൻ ലാലിനെ 2 ദിവസങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച തന്നെ പോലീസ് പിടികൂടി. എന്നാൽ പിടികൂടുന്ന സമയത്ത് ഷിബിൻ ലാലിൽ നിന്ന് ഈ പണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തിയ സമയത്ത് ഷിബിൻ ലാൽ പറഞ്ഞത് താൻ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിൽ 45,000 രൂപ താൻ ചെലവഴിച്ചു, ബാക്കി 55,000 രൂപ തന്റെ കയ്യിലുണ്ട് എന്നുമാണ്. പക്ഷേ പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. പിന്നീടാണ് കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനുമായിട്ട് ഷിബിൻ ലാലിനെ കസ്റ്റഡിയിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത്. കോടതി 3 ദിവസത്തേക്കാണ് ഷിബിൻ ലാലിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 10 മണിയോടുകൂടി ഇന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയ സമയത്ത് ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഗൂഢാലോചന നടത്തിയിട്ടാണോ, കൂടുതൽ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത്. 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി തെളിവെടുപ്പ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ സാധിച്ചത്. ഈ പ്രതി പണം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ പന്തീരങ്കാവുള്ള അക്ഷയ ഫൈനാൻസിയേഴ്സിന്റെ മുമ്പിലെത്തി തെളിവെടുപ്പ് നടത്തും. പിന്നീട് തൃശ്ശൂരും പാലക്കാടേക്കും ഒക്കെ കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ 39 ലക്ഷം രൂപ കണ്ടുകെട്ടേണ്ടതുണ്ട്. 40 ലക്ഷം രൂപ തന്നെ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നത്. കൂടുതൽ തെളിവെടുപ്പിന് ശേഷം അല്ലെങ്കിൽ മൊഴിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമൊക്കെ വ്യക്തത ലഭിക്കുകയുള്ളൂ. മറ്റ് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ പണവുമായി വന്ന, അതായത് ഷിബിൻ ലാൽ പറഞ്ഞതനുസരിച്ച് സ്വർണം എടുക്കുവാൻ വേണ്ടി പണവുമായി വന്ന ഇസാഫ് ബാങ്കിലെ മറ്റ് 8 ജീവനക്കാരെ കൂടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവർക്ക് പ്രാഥമികമായി ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ഏതായാലും 10 മണിയോടുകൂടി ജീവനക്കാരെ കബളിപ്പിച്ച് 40 ലക്ഷം തട്ടിയെടുത്ത കേസിൽ ഷിബിൻ ലാലിനെ ഇന്ന് തെളിവെടുപ്പിനെത്തിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.